അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ശ്രീരാമ വിഗ്രഹം തിരഞ്ഞെടുത്തു. 3 ശില്പങ്ങളാണ് പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. കൃഷ്ണശിലയിലും മാർബിളിലും തയ്യാറാക്കിയ രാംലല്ലയുടെ 3 ശില്പങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് തിരഞ്ഞെടുത്തത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താനുള്ള ശ്രീരാമ വിഗ്രഹം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. വിഗ്രഹത്തിന്റെ നിർമ്മാണവും ഏത് വിഗ്രഹമാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ വളരെ രഹസ്യമായി തന്നെ ജനുവരി 22 വരെ അതിന്റെ ആ ഒരു കാര്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 വിഗ്രഹങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. രാംലല്ലയുടെ, അതായത് ശ്രീരാമന്റെ ബാലക രൂപത്തിലുള്ള 3 വിഗ്രഹങ്ങളാണ് മാർബിളിലും കൃഷ്ണശിലയിലും തയ്യാറാക്കിയത്. ഇതിൽ ഉചിതമായ ഒരു വിഗ്രഹമാണ് ഇപ്പോൾ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഉയർന്നിട്ടുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശ്രീരാമ വിഗ്രഹമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ജനുവരി 22 വരെ അത് ഏത് വിഗ്രഹമാണ് എന്നുള്ളത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും. ജനുവരി 22-ന് 12 മണിക്ക് ശേഷമാണ് പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം. ആ സമയത്തായിരിക്കും ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ള വിഗ്രഹം അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയായി നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് എന്നുള്ള കാര്യം കൂടി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. രോഹിണി. ശരി ജിഷ്ണു. അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ശ്രീരാമ വിഗ്രഹം തെരഞ്ഞെടുത്തു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.